ഇനി നമ്മൾ സുജൂദിലേക്ക് പോവാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം 2 കാൽമുട്ടുകളാണ് നിലത്ത് വെക്കേണ്ടത്. അതിനുശേഷം 2 മുൻകൈ, ഈ ഭാഗത്തിനാണ് നമ്മൾ മുൻകൈ എന്ന് പറയാം, ഈ മുൻകൈകളും നിലത്ത് വെക്കുക. വിരലുകൾ ഇങ്ങനെ വിടർത്തി വെക്കരുത്, ചേർത്തിയും വെക്കരുത്. നമ്മൾ നോർമലി എങ്ങനെയാണോ നമ്മുടെ വിരലുകളെങ്കിൽ അതുപോലെ വെച്ചാൽ മതിയാവും. അങ്ങനെ ആ 2 മുൻകൈകൾക്കിടയിലായിട്ട് നമ്മൾ നമ്മുടെ മൂക്ക് ആണ് ആദ്യം വെക്കേണ്ടത്. മൂക്ക് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അമർന്നു പോകുന്ന, അതിന്റെ ലാസ്റ്റ് എൻഡിങ് പോയിന്റ് ഉണ്ടാവും, അമരാത്തൊരു സ്ഥലം, കുറച്ചിങ്ങനെ ഒരു കട്ടിയുള്ളൊരു സ്ഥലം, ആ സ്ഥലം നമ്മൾ നിലത്ത് മുട്ടിച്ചിരിക്കണം. അപ്പൊ വെറുതെ ഈ ഒരു അറ്റം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുട്ടിച്ചാൽ പോരാ, ഈ ഒരു ഭാഗം തടില്ലേ, ഈ ഒരു ഭാഗം നമ്മൾ നിലത്ത് മുട്ടിക്കേണ്ടതാണ്. അവസാനം നെറ്റിത്തടമാണ് ഭൂമിയിൽ വെക്കേണ്ടത്. തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് പോവേണ്ടത്. അല്ലാഹു അക്ബർ എന്ന തക്ബീർ തുടങ്ങുന്ന സമയത്ത് സുജൂദിലേക്ക് പോവുക. അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ സുജൂദിലേക്ക് പൂർണ്ണമായും എത്തിയിരിക്കണം. അല്ലാഹു അക്ബർ. ഇവിടെ നോക്ക് നിങ്ങൾ, ഈ 2 കൈകൾ മുൻകൈകൾക്കിടയിലായിട്ടാണ് നെറ്റിത്തടം വെക്കേണ്ടത്. പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗം അഥവാ നമ്മൾ തണ്ടം കൈ എന്നാണ് പറയുക, ഈ ഒരു ഭാഗം നിലത്ത് പതിച്ചു വെക്കരുത്, നിലത്ത് പതിച്ചു വെക്കാൻ പാടില്ല. അതേ രൂപത്തിൽ ഈ ഭാഗം തോളം കൈ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഇത് ശരീരത്തോട് ചേർത്തി വെക്കരുത്, ശരീരത്തിൽ നിന്ന് വിട്ടു വെക്കണം. അതേ രൂപത്തിൽ തുടയിൽ നിന്ന് വയറ് വിട്ടുവെക്കണം, തുടയോട് വയറ് ചേർത്തി വെക്കരുത്. കാലുകളിലെ വിരലുകൾ അഥവാ 10 വിരലുകളും നമ്മൾ ഖിബലയിലേക്ക് തിരിച്ചു വെക്കണമെന്നാണ്. 10 വിരലുകളും ഖിബലയിലേക്ക് തിരിച്ചു വെക്കണം. ചിലരെങ്ങനെ വെക്കും, ഇങ്ങനെ ഇങ്ങനെ വെക്കാറുണ്ട്. ഇത് തെറ്റായ രൂപമാണ്, ഇങ്ങനെ വെക്കരുത്. ചിലരിങ്ങനെ നിലത്ത് വെറുതൊന്ന് മുട്ടിച്ചു വെക്കും, വിരലുകളുടെ അഗ്രഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചു വെക്കും. ഇതും തെറ്റായ രീതിയാണ്. ചിലർ ഇങ്ങനെ ഒരു ക്രോസിൽ വെക്കാറുണ്ട്. ഇങ്ങനെ പല രൂപത്തിലും വെക്കാറുണ്ട്. ശരിയായ രീതി നമ്മൾ കാൽ വിരലുകൾ അഥവാ 10 വിരലുകളും ഖിബലയിലേക്ക് വരുന്ന രൂപത്തിൽ ഇങ്ങനെ നാട്ടി വെക്കുകയാണ്, കാല് നാട്ടി വെക്കുകയാണ് വേണ്ടത്. സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ മൂക്കിന്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് 3 തവണ നാം സുജൂദിൽ പറയേണ്ടതുണ്ട്.